ചൂരൽമലയിൽ നിന്നും അഭിലാഷ് മോഹനനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, തെരച്ചിൽ പുരോഗമിക്കുകയാണല്ലോ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? പൂജ, ഇന്ന് ഒരു മൃതദേഹം ചൂരൽമല ഭാഗത്തു നിന്ന് ചൂരൽമല ടൗണിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. 6 സോണുകളായി തിരിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഏറ്റവും മുകളിൽ പുഞ്ചിരിമുട്ടം മുതൽ താഴെ 6ാമത്തെ സോണായ ചൂരൽമല വരെ 6 ഘട്ടങ്ങളായി തിരിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. മേജർ ജനറൽ ഇന്ദ്രബാലൻ, റിട്ടയർഡ് മേജർ ആയിട്ടുള്ള ഇന്ദ്രബാലൻ അല്പസമയം മുമ്പ് മുണ്ടക്കായ് ടോപ്പിലെത്തിയിരുന്നു. ഐബോർഡ് അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒന്ന് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന, ഒപ്പം ആളുകൾ ചൂണ്ടിക്കാണിച്ച് തരുന്ന ഏരിയകളിലുള്ള പരിശോധന, വ്യാപകമായി എല്ലായിടത്തും പരിശോധന എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു മൃതദേഹമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. 206 പേരെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ ഉണ്ടാവുന്ന പ്രശ്നം, ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഭക്ഷണത്തിന് ദൗർലഭ്യമുണ്ട്. ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണം തടയുന്നത് ഇവിടെ അനാവശ്യമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന്. ഇന്നിപ്പോൾ പല രക്ഷാപ്രവർത്തകരും ഭക്ഷണം കിട്ടാതെ തിരിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ടായി. JCB ഡ്രൈവർമാർ മുതൽ നമ്മുടെ ആർമി, അതുപോലെ തന്നെ പോലീസ് അടക്കമുള്ള വിഭാഗങ്ങൾക്കടക്കം പ്രോപ്പറായി ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാഹനങ്ങളിൽ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് റവന്യൂ വകുപ്പിന്റെ, പക്ഷെ അത് കാര്യമായി എങ്ങും എത്തുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമാവുന്നില്ല. നാട്ടുകാർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു ആവശ്യമില്ലാത്തൊരു നിയന്ത്രണമായിരുന്നു, നേരത്തെ തിരുത്താവുന്ന ഒരു കാര്യമായിരുന്നു, അത് ചെയ്തില്ല. അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം ഇവിടുന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഓരോ മനുഷ്യർ അവരുടെ വീടുകൾ തിരഞ്ഞ് പോകുന്ന, മുണ്ടക്കൈ മേഖലയിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതുപോലെ ഒരാളാണ് ഞാൻ. ഇദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മുണ്ടക്കൈയിലേക്ക് അദ്ദേഹത്തിന് ബന്ധുക്കളെ തിരഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട് തിരഞ്ഞ് പോവുകയായിരുന്നു. താങ്കളുടെ വീട് 30 വർഷത്തെ ജോലി ചെയ്തുണ്ടാക്കിയ വീട് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന വിഷമവും പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും ഞാൻ 30 വർഷമായി ജോലി ചെയ്യുന്ന ഇവിടെ ഷോപ്പാണ് ചൂരൽമലയിൽ. എന്റെ വീടൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ അതിന്റെ തൊട്ടടുത്ത് വേറെ വീട്ടിലേക്ക് ഞാൻ മുണ്ടക്കൈയിലാണ് വീട്. മുണ്ടക്കൈ വീടൊക്കെ നാമാവിശേഷമായി, ഒന്നുമില്ല. പിന്നെ നമ്മളെ അവിടുന്ന് എന്റെ ഉമ്മാനെയും അവരെല്ലാരും കൂട്ടി നമ്മൾ ഇവിടെ താൽക്കാലിക ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. അത് തലേ ദിവസം അന്ന് തന്നെ വൈകിട്ട് 8 മണിക്ക്. അതുകൊണ്ട് ഭാഗികമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മള് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കാണുകയാണ് ലൈവായിട്ട്. ഈ പൊട്ടി വരുന്നതും എല്ലാം നേരിട്ട് കാണുന്ന ഒരാളാണ്. എന്നിട്ട് നമ്മളത് മക്കളെ കെട്ടിപ്പിടിച്ചിരുന്നു, കലിമ ചൊല്ലി നിന്നു എന്ന് പറയാം. ചുരുക്കം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടെ നിൽക്കുക, മരണം മുന്നിൽ കണ്ടിട്ട് നിൽക്കായിരുന്നു. അതാണ് എന്റെ അവസ്ഥ. മറ്റൊരാളെ ഞാൻ കണ്ടത്, പൂജ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ അല്ലേ? അല്ല, അമ്മായിന്റെ മകൾ. അതെ, കുറച്ച് രേഖകൾ ഇവിടെ വന്നു, ഒരു പാഠപുസ്തകം, അതുപോലെ തന്നെ ചില സർട്ടിഫിക്കറ്റുകൾ. അപ്പോ അത് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ. അതിൽ മകൻ മാത്രം ജീവിച്ചിരിപ്പുണ്ട്. മകന് ഇപ്പോ ക്യാമ്പിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ച് സംഖ്യകൾ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടായിട്ടാണ് കാണുന്നത്. പെട്ടിയൊക്കെ പൊട്ടിച്ച രീതിയിലാണ് കാണുന്നത്. കുടുംബത്തിൽ അവശേഷിക്കുന്നത് ആരാണ്? കുടുംബത്തില് അമ്മേന്റെ മകനും മകന്റെ അനിയന്റെ മകളുണ്ട്, ചെറിയ കുട്ടി. 10ാം ക്ലാസ്സും ഒന്ന് 3 വയസ്സും. 3 വയസ്സ്, 15 വയസ്സും 3 വയസ്സുള്ള അവര് കുഞ്ഞുങ്ങൾ മാത്രമേ ബാക്കി. അവര് റിസോർട്ടിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് സേഫ് ആയിട്ട് വീട്ടിൽ വെച്ചിരുന്നു. ഒരുപാട് പൈസ ഉണ്ട്, 18 ലക്ഷം രൂപ ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പൊ അതൊന്നും ഇപ്പൊ സാധനം കാണുന്നില്ല. അത് എന്താ ഡോക്യുമെന്റ് കിട്ടി, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. ഒപ്പം ഈ മേഖലയിലെ താങ്കൾ വ്യാപാരിയായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്. ഒരു മഹാനാശത്തിന്റെ ആ ഒരു നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അല്ലെ? ഇല്ല, ഞങ്ങൾ ഈ ചൂരൽമല കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടായ ആളുകളെ മാത്രം ആശ്രയിച്ചുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ. 70ഓളം കടകളുണ്ട്. അത് പൂർണ്ണമായും ഭാഗികമായും നശിച്ചതിന് പുറമെ ഞങ്ങളെ കസ്റ്റമേഴ്സാണ് കൂടുതലും ഇവിടെ നഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഡെയിലി രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഇവരുമായിട്ടാണ്. അവരില്ലാണ്ടായി, അതേപോലെ തന്നെ ഞങ്ങളെ സ്ഥാപനങ്ങളില്ലാണ്ടായി, ഞങ്ങളെ എല്ലാ നിലയിലും ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. പ്രദേശവാസിയാണ് അല്ലേ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. പുറത്തുനിന്ന് നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ വരെ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് ഇവിടെ. ഒരു വൈറ്റ് ഗാർഡ് വളണ്ടിയർ ഉണ്ട്. എന്താണ്, ഇന്നലെ വരെ കാര്യങ്ങൾ വളരെ നന്നായി നടന്നിരുന്നു, പക്ഷെ ഇന്ന് ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഞാൻ പല സ്ഥലത്ത് നിന്ന് കേട്ടു. ഇന്നലെ വളരെ നല്ല രീതിയിൽ ഭക്ഷണം എല്ലാവർക്കും കൃത്യസമയത്ത് കിട്ടിയിരുന്നു. വീണ്ടും എക്സസ് ആയിരുന്നു ഫുഡ്. പക്ഷെ ഇന്ന് ഈ സമയം വരെ ഫുഡ് എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയും വൈകിട്ടാണ് ഫുഡ് കിട്ടിയത്. പക്ഷെ ഈ സമയം വരെ ഫുഡ് കുറെ ആളുകൾക്ക് ഇതുവരെ കിട്ടാനുണ്ട്, ഇനിയും കിട്ടിയില്ല. ആ അവസ്ഥയിലാണ്. നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വിശന്ന് കിടക്കുകയാണ് ഓരോ പ്രവർത്തകരും.
നിങ്ങളൊക്കെ ഈ സന്നദ്ധ സംഘം ഞാൻ കണ്ടിരുന്നു, ക്ലീനിങ് അടക്കം ഇവിടെ ശുചീകരണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ക്രമീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം രാവിലത്തെ ഭക്ഷണം പോലും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. എത്രയോ ആൾക്കാർക്ക് ഇപ്പം മുകളിലൊക്കെ കൊടുക്കുന്നത് ഒരു 3 പേർക്ക് ഒരു ഭക്ഷണം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ടീമംഗങ്ങൾ കുറച്ചാൾ വിളിച്ചതാണ്. കാരണം അന്ന് മുതൽ വന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കിട്ടാതെ ഇതുവരെ ഇതുണ്ടായിട്ടില്ല. ഇന്ന് മറ്റേ വൈറ്റ് ഗാർഡ് കൊടുക്കുന്ന ഭക്ഷണം നിർത്തിയത് കൊണ്ട് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ ഫയർഫോഴ്സ് ആളുകളും പല ആളുകളും പറയുന്നത്. ഇതിപ്പോ ഇതിന് വൈറ്റ് ഗാർഡ് എന്നോ യുവമോർച്ച എന്നോ വ്യത്യാസമില്ല. നമ്മൾ രാവിലെ 6 മണിക്ക് കയറിയതാണ്. പക്ഷേ മുമ്പാണെങ്കിൽ സേവാഭാരതിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ രാവിലെ ഒരു ബിസ്ക്കറ്റ് ഒരു ബോക്സ് കൊണ്ടുവന്നു. ആ ബിസ്ക്കറ്റ് വരെ നമ്മൾ അവിടെ വെളിയിൽ വാങ്ങിച്ചു വെച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് വിട്ടത്. അപ്പോൾ നമുക്ക് നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഭക്ഷണം എന്തായാലും ചെറിയ രീതിയിൽ ഭക്ഷണം കിട്ടിയായിരുന്നു. നമ്മൾ ഒരുപാട് അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണ്. ഇപ്പോൾ റവന്യൂവിൻ്റെ ആൾക്കാർ വന്നു, നമ്മൾ അവരോട് സംസാരിച്ചു. ഭക്ഷണം കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂറായി. അതുപോലെ തന്നെ JCBയുടെ ആൾക്കാർ, നമ്മളൊരു JCBയിലാണ് തിരിച്ചും കൊണ്ട് വന്നത്. അവർ പറഞ്ഞത് അവർ 6 മണിക്ക് കയറിയതാണ്, അവർക്കും ഭക്ഷണം കിട്ടിയില്ല. നിർത്തുന്നു എന്ന് പറഞ്ഞു. അവർ പണി നിർത്തുന്നു, അവർക്ക് ഭക്ഷണമൊന്നും സമയത്തിന് കിട്ടുന്നില്ല. എല്ലാ സന്നദ്ധ സംഘടനകളും ഭക്ഷണം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അവർ പണി നിർത്തിയെന്നാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ 12 വാഹനങ്ങൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡീസൽ മാത്രം അടിച്ചു കൊടുത്തിട്ട് അവരുടെ 12 വാഹനങ്ങൾ ഓടുന്നു. അവർക്ക് ഭക്ഷണം സമയത്തിന് കിട്ടിയത് ഇത് ഇന്നലെ വരെ ഭക്ഷണം കിട്ടിയിരുന്നു, ഇന്ന് ഭക്ഷണം കിട്ടുന്നില്ല. മാത്രമല്ല വെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പറയാം. വെള്ളം പോലും കിട്ടാത്ത സാഹചര്യം നിങ്ങൾക്കും ഉണ്ടോ? നമ്മള് ഭക്ഷണങ്ങളൊക്കെ ഇന്ന് നമ്മളെ ഏറ്റവും മുകളിൽ തന്നെ ഇന്ന് അപ്പോൾ ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ കിട്ടും, പുഞ്ചമല അവിടെ കുഴപ്പമുണ്ടായില്ല. അതായത് ഈ താഴെ മുണ്ടക്കൈ ടോപ്പ് മുതൽ താഴേക്കുള്ള പ്രദേശത്താണ് ഈ പ്രശ്നം. അത് ചില നിയന്ത്രണങ്ങൾ വന്നത് മൂലം രക്ഷാപ്രവർത്തകർ, അതായത് JCB ഡ്രൈവർമാരടക്കം താഴേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അല്പസമയം മുൻപ് മന്ത്രി P. രാജീവ് വന്നിരുന്നു. P. രാജീവ് ഇതുവഴിയാണ് വന്നത്. അപ്പോൾ P. രാജീവ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഈ രക്ഷാപ്രവർത്തകർ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ, അതിന് മറ്റ് തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ച് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ റവന്യൂ മന്ത്രി K. രാജനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ കള്ളാടി മസ്ജിദിൽ അടക്കം ഉണ്ടായിരുന്ന ഭക്ഷണ പന്തൽ പൂട്ടിയതിനെ കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അതൊക്കെ മാറ്റും, അത് ഞങ്ങൾ അതായത് ഭക്ഷ്യവിഷബാധ പേടിച്ച് ചില നിയന്ത്രണങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ, അല്ലാതെ ഭക്ഷണം തടയുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തീർച്ചയായും എന്നിട്ടും അങ്ങനെ ഒരു വിമർശനം അത് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. മന്ത്രി പോലും നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളത്. എന്തായാലും വേഗത്തിൽ നടപടികൾ ക്രമീകരിക്കുക എന്നുള്ളത് കൂടിയാണ്. അവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ട് കൈമേ മറന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഒരിക്കലും ഇങ്ങനെ നിരാശപ്പെടുത്താനും പാടില്ല.